മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സന്ദർശിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാളിച്ച നൈസമോളെ ആരും മറക്കാനിടയില്ല. കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകി കാത്തിരിക്കുകയാണ് നൈസമോളും അമ്മയും. ദുരന്തം തകർത്ത ജീവിതം തിരിച്ചുപിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണിവർ. കുട്ടിൻ്റെ അടുത്ത് കുഞ്ഞുണ്ടോ, കുഞ്ഞിക്ക് ചീച്ച കൊടുക്കാൻ, കുഞ്ഞ് വിശന്ന് തരൂല, കുഞ്ഞെ നീ തരുമോ, അയ്യോ കാക്കയെ പറ്റിച്ചേ. മഹാദുരന്തം വരുത്തിവെച്ച നഷ്ടങ്ങളുടെ ആഴം മനസ്സിലാക്കാനുള്ള പ്രായമില്ലെങ്കിലും നൈസമോളുടെ ഈ പാട്ട് പ്രത്യാശയുടെ പ്രതീകമാണ്. ദുരന്തം മുറിവേൽപ്പിച്ച മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പ്രതീക്ഷകളുടെ പ്രതീകം. കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടിനു വേണ്ടി സമ്മതപത്രം നൽകി കാത്തിരിക്കുകയാണ് 3.5 വയസ്സുകാരി നൈസമോളുടെ ഉമ്മ ജസീല. മലയിടിഞ്ഞു വന്ന മഹാദുരന്തത്തിൽ നൈസമോൾക്ക് നഷ്ടമായത് അച്ഛനും 2 സഹോദരിമാരും അപ്പൂപ്പനും അമ്മൂമ്മയും ഉൾപ്പെടെ 5 പേരെ. 7 കുടുംബത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസമോളും ഉമ്മയും മാത്രമാണ്. ഒരിക്കൽ സന്തോഷകരമായി ജീവിച്ചിരുന്ന ചൂരൽമലയിലേക്ക് മടങ്ങിയെത്താൻ ഇന്ന് പേടിയാണെന്നും ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീട്ടിൽ പ്രതീക്ഷയുണ്ടെന്നും നൈസമോളുടെ ഉമ്മ ജസീല പറയുന്നു. ഇപ്പൊ ഇനി ഇവിടെ നിൽക്കാൻ പേടിയാണ്. ഇതുവരെ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇനി ഇവിടെ നിൽക്കല് നടക്കൂല. പേടിയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തി ചൂരൽമല ടൗണൊക്കെ കാണുമ്പോൾ ആ ഓർമ്മകൾ എങ്ങനെയെങ്കിലും മറക്കാൻ നോക്കുക, എന്നാലും പറ്റില്ല. പക്ഷെ ഇപ്പം ഇനി മാറിയല്ലേ പറ്റുള്ളൂ. ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ ഇവിടെ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എത്ര സന്തോഷത്തോടെ നടന്നു പോയ വഴിയൊക്കെ അല്ലേ, ഒരിതുണ്ട്. മാറണിയിൽ ഇപ്പോൾ ടൗൺഷിപ്പ് വന്നെന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. ഇന്നിപ്പോൾ തറക്കല്ലിടുകയാണ്, കാണാൻ ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് കുറച്ച് അവരെല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട് കിട്ടിയിൽ ഇപ്പോൾ തറക്കല്ലിടുന്നു, ഞാനതിൽ ഉൾപ്പെട്ടിയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിയിൽ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രിയുടെ വാത്സല്യം ആവോളം നേടിയ നൈസമോൾ കളിച്ചും ചിരിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു കയറുകയാണ്. മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചുപിടിക്കുന്ന നൈസമോളെ ദുരന്തബാധിതരുടെ ഒട്ടാകെ അതിജീവനത്തിന്റെ പ്രതീകമായി നമുക്ക് കാണാം. അയ്യോ കാക്കയെ പറ്റിച്ചേ. VS അനന്തു, ദൂരദർശൻ ന്യൂസ്, വയനാട്.